ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വെളിയിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, 2 ആഴ്ചയോളം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതി. വീടിൻ്റെ അടുത്ത് തന്നെ, വേറെ ദൂരോട്ടൊന്നും പോകുന്നില്ല. അപ്പം പോകുമ്പോഴുള്ള കുറച്ച് നിമിഷങ്ങൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഓക്കെ. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ. നല്ല ടാസ്ക് പിടിച്ച വഴിയാണ്. സൈഡൊക്കെ പിടിച്ച് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ ഉച്ചും കുത്തി താഴെ കിടക്കും. പിന്നെ താഴെ ഇപ്പോൾ ചിറ്റപ്പം വണ്ടി കൊണ്ട് വന്നിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ വണ്ടി കയറുക. വണ്ടി കയറി നേരെ ടൗണിലോട്ട് പോവുക. എന്നാണെങ്കിൽ അവിടെ എന്തോ ഓണത്തിൻ്റെ പരിപാടിയുടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റേ ഓണ ഫെസ്റ്റിവലിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ മീനും കുന്തമൊക്കെ കാണുന്നത്. അതേമാതിരി എന്തോ പരിപാടി ഉണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ നമുക്ക് അവിടെ പോയി എന്ത് കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അൽഫത്ത് ദ്വീപിലെ വില്ലന്മാരാണൊക്കെ 2 പേര് നിൽക്കുന്നുണ്ടോ. സംഭവം പണിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അവിടെ ആർച്ചൊക്കെ കണ്ട് പണിയുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ സംഭവങ്ങളൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. ഈ നാളത്തേക്കെല്ലാം റെഡി ആവുമായിരിക്കും, നോക്കാം. പിന്നെ ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. പൂവ് വേണ്ടവർക്ക്, പൂച്ചെടിയൊക്കെ വേണ്ടവർക്കൊക്കെ വന്ന് ഇഷ്ടം പോലെ പൂവ് മേടിക്കാം. ഇവിടെ പൂച്ചെടി മാത്രമല്ല, വേറെ എന്തൊക്കെയോ തൈയൊക്കെ ഉണ്ട്. റബ്ബർ തൈ അല്ലാതെ തെങ്ങ് തൈയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടമുള്ളവർക്ക് വന്ന് വേണേൽ മേടിക്കാം. നല്ല രസമുണ്ടല്ലേ പോവുകയാണ്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ഐസ്ക്രീം കടകളാണ്, ഫുൾ ഐസ്ക്രീം കടകളും പിന്നെ കുറേ എന്തൊക്കെയോ കടകളാണ്. എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാം നാളത്തേക്ക് സെറ്റാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഉണ്ട് ഇവിടെ മറ്റേ കയറി കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ. പണ്ട് ഞാൻ ഒരു വട്ടം കയറിയതാണ്, പിന്നെ ഞാൻ കയറിയിട്ടില്ല. പിന്നെ കാണുന്നത് മരണക്കിണർ. അതൊക്കെ രക്ഷയില്ലാത്ത സാധനം കേട്ടോ, മരണക്കിണർ. അതിനകത്ത് വണ്ടി ഓടിക്കുന്നവരെ സമ്മതിച്ചേ പറ്റൂ, രക്ഷയില്ലാത്ത സംഭവം. പിന്നെയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് കുട്ടികൾക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോയെന്ന് തോന്നുന്നു. അപ്പോൾ പുനലൂർ അടുത്തുള്ളവരൊക്കെ വന്ന് കാണുക. പിന്നെ നാളെ തന്നെ വന്ന് കാണുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നില്ലേ ഉള്ളൂ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് വന്ന് കണ്ടാലും മതി. എന്തായാലും 10 ദിവസം കൂടുതൽ കാണും ഇവിടെ. 2 ദിവസം കഴിഞ്ഞ് വന്ന് കണ്ടാൽ മതി. അപ്പോൾ എല്ലാ സാധനങ്ങളും പക്കയായിട്ട് കാണും ഇവിടെ. എല്ലാ സാധനവും കൂടുതൽ കാണാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.